അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, പരിശുദ്ധമായ ഷഅബാൻ മാസത്തിലാണ് നാമൊക്കെയുള്ളത്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷഅബാൻ മാസത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചത് ഷഅബാനു ഷഹരി എന്നാണ്. ഷഅബാൻ എൻ്റെ മാസം എന്നാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അങ്ങനെ പറയാനുള്ളൊരു കാരണമുണ്ട്, അതിലേക്ക് ഞാൻ വരാം. ഈ മാസത്തിലെ ദിനരാത്രങ്ങളിൽ ഈ പറയുന്ന സ്വലാത്ത് നമ്മൾ ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ ലക്ഷങ്ങൾ കടബാധ്യതയുള്ള കടങ്ങൾ വീട്ടാനുള്ളൊരു വഴി അള്ളാഹു നമുക്ക് തുറന്നു തരും. മാത്രമല്ല, സാമ്പത്തികമായ പ്രതിസന്ധികളെല്ലാം നമുക്ക് നീങ്ങിക്കിട്ടാൻ ഈ ഒരു സ്വലാത്ത് കാരണമാകുന്നുള്ളതാണ്. ഇതൊരു പക്ഷേ നിങ്ങളിൽ പലരും ചൊല്ലുന്നതായിരിക്കാം, പലർക്കും അറിയാത്തതായിരിക്കാം. സാധാരണ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുൽ ഫാത്തിഹ, സ്വലാത്തുൻ നാരിയ, സ്വലാത്തു ത്വയ്ബ, സ്വലാത്തുൻ നൂറ്, സ്വലാത്തുൽ ഫാത്തിമിയ, ഈ സ്വലാത്തുകളുടെ കൂട്ടത്തിൽ പെടാത്തൊരു സ്വലാത്തായതുകൊണ്ട് ചിലർക്കിത് പതിവാക്കാത്ത ആളുകളുണ്ടാകും. പതിവാക്കി നോക്കുക, നല്ല മാറ്റങ്ങളുണ്ടാകും. ഈ എൻ്റെ മാസം എന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ സൂറത്തുൽ അഹ്സാബിൻ്റെ ഒരു ആയത്തുണ്ട്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അള്ളാഹുവും മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും സ്വലാത്ത് ചൊല്ലുവിൻ എന്ന് പറഞ്ഞ സ്വലാത്ത് ചൊല്ലാനുള്ള പ്രഖ്യാപനം നടന്നത് പരിശുദ്ധമായ ഷഅബാൻ മാസത്തിലാണ്. അതുകൊണ്ടാണ് എൻ്റെ മാസം എന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്ന് ഒരു കാരണമായിട്ട് പറയാറുമുണ്ട്. അതുകൊണ്ട് ഈ മാസത്തിൽ തന്നെയാണ് ഇത് നമുക്ക് ചൊല്ലാൻ ഏറ്റവും അനുയോജ്യമായ സമയം. നമ്മുടെ കടങ്ങൾ വീഴണം, സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷ കിട്ടണം, ജോലി കിട്ടണം എന്ന നിയ്യത്തോടു കൂടെയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷന് ആരംഭിച്ചിട്ടുണ്ട്. കുറേ ആളുകൾ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ നമ്മൾ റീപ്ലൈ കൊടുത്ത് അഡ്മിഷൻ വരേണ്ട ഡേറ്റൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മക്കളെ ദർസിലേക്ക് ചേർക്കണം, നല്ല ദീനി ചിട്ടയിൽ വളർത്തണം, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തിയിട്ട് നാളെ നമുക്ക് ഉപകരിക്കപ്പെടുന്ന മക്കളാവണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മക്കളെ നമ്മുടെ ദർസിലേക്ക് ചേർക്കാവുന്നതാണ്. 7ാം ക്ലാസ്, 8ാം ക്ലാസ്, 9ാം ക്ലാസ്സിലുള്ള മക്കളെയൊക്കെ ചേർക്കാവുന്നതാണ്. നമ്മളെല്ലാ വിഷയങ്ങളിലും അവർക്ക് എന്തൊക്കെ കഴിവ് അവർക്ക് തെളിയിക്കാൻ പറ്റുമോ അതിനൊക്കെ അനുസരിച്ച് നമ്മളവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് ഉയർത്താൻ വേണ്ടി പരമാവധി ശ്രമിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ നമ്മുടെ നോമ്പ് തുറയിലേക്ക് എല്ലാ മാസവും എല്ലാ വർഷവും നോമ്പ് തുറയിലേക്ക് സ്വതക്ക നൽകുന്ന ഒരുപാട് ഉപ്പമാരുണ്ട്. ഇൻഷാ അല്ലാഹ് കഴിയുന്നവരൊക്കെ നോമ്പ് തുറയിലേക്ക് നൽകിയാൽ വലിയ സന്തോഷമാകും. ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമല്ലേ റമളാനിനുള്ളൂ. ഇൻഷാ അല്ലാഹ് നോമ്പ് തുറയിലേക്ക് ഒരു 50 പേരുടെ, 20 പേരുടെ, 10 പേരുടെ ഇതൊക്കെ ഏറ്റെടുക്കാൻ കഴിയുന്നവർ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നൽകുന്ന ഏറ്റവും പുണ്യകരമായ കർമ്മങ്ങളിൽ ഒന്നാണല്ലോ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത്, വിശുദ്ധ റമളാനിൽ ചെയ്യുന്ന. അതുകൊണ്ട് തന്നെ കഴിയുന്നവരൊക്കെ നൽകുക. കഴിഞ്ഞ വർഷം, അതിൻ്റെ മുമ്പത്തെ വർഷമൊക്കെ നൽകിയവരുണ്ട്, ഈ വർഷം ഇപ്പോൾ ഇതുവരെ നൽകിയവരുണ്ട്, ഇനി നൽകാൻ ഉദ്ദേശിച്ചവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന സ്വലാത്ത് എന്ന് പറയുന്നത്, അതിൻ്റെ പദം ഞാൻ വായിക്കാം. ഇത് എഴുതേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നിങ്ങൾ ഓർത്തു വച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുകയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വ റസൂലിക വഅലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. എളുപ്പമുള്ള സ്വലാത്താണ്, വളരെ എളുപ്പമുള്ള സ്വലാത്ത്, നമുക്ക് വളരെ പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ പറ്റുന്നത്. ഇതെല്ലാ ദിവസവും ഒരു 100 തവണയും വെള്ളിയാഴ്ച രാവിലും പകലിലും കൂടെയായിട്ട് ചുരുങ്ങിയത് 300 തവണയും കൂടി ചൊല്ലിയാൽ നമ്മുടെ ഏതു സാമ്പത്തിക പ്രതിസന്ധികളും തീർന്നു കിട്ടാൻ അത് കാരണമാകുന്നുള്ളതാണ്. സമസ്തയുടെ പ്രസിഡന്റ് മഹാനരായ താജുൽ ഉലമ അഷേഖ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളോടൊപ്പം നമ്മളെയൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉള്ളാൾ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനരായ താജുൽ ഉലമ അവിടുന്ന് ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടിയ സമയത്ത് ഇജാസത്തോടു കൂടെ ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിച്ചൊരു സ്വലാത്തും കൂടെയാണ് ഈ സ്വലാത്ത് എന്ന് പറയുന്നത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വ റസൂലിക വഅലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. വളരെ സവിശേഷമേറിയൊരു സ്വലാത്താണ്. എന്താണ് ഈ സ്വലാത്തിൻ്റെ അർത്ഥം എന്നറിയോ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ അല്ലാഹുവേ, സ്വല്ലി നീ ഗുണം ചെയ്യണേ, അലാ മുഹമ്മദിൻ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ,
അബ്ദിക, ഹബീബായ തങ്ങൾ അള്ളാഹുവിൻ്റെ അടിമയാണ്, നിൻ്റെ അടിമയായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലെ നീ ഗുണം ചെയ്യണേ, സ്വലാത്ത് വർഷിപ്പിക്കണമേ, സ്വലാത്ത് വർഷിപ്പിക്കണമേ എന്നാണ് അതിനർത്ഥം. സ്വലാത്ത് നിർവഹിക്കണമേ എന്നാണ് അതിനർത്ഥം. വഅലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളുടെ പേരിലും മുഅ്മിനാത്തുകളുടെ പേരിലും, സത്യവിശ്വാസികളായ പുരുഷന്മാരുടെ പേരിലും സത്യവിശ്വാസികളായ സ്ത്രീകളുടെ മേലിലും. വഅലൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, മുസ്ലിമീങ്ങളായ പുരുഷന്മാരുടെ പേരിലും മുസ്ലിമീങ്ങളായ സ്ത്രീകളുടെ മേലിലും നീ സ്വലാത്ത് വർഷിപ്പിക്കണമേ എന്നാണ് അതിനർത്ഥം. വളരെ നല്ല അർത്ഥമുള്ള, ഒരുപാട് ആളുകളെ ആമാക്കിയിട്ടുള്ളൊരു ദുആ ആണ്. അതുകൊണ്ട് നീ തട്ടിമാറ്റപ്പെടൂല, വളരെ പവിത്രമേറിയതാണ്. ഇൻഷാ അല്ലാഹ് ഇത് ഐശ്വര്യം വർദ്ധിക്കാനും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാനും കടങ്ങൾ വീടാനും ഇത് പ്രയോജനപ്രദമാണ്. മഹാനരായ ഇമാം ഷർവാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്, ദാനം ചെയ്യാൻ, സ്വതക്ക ചെയ്യാൻ കഴിയാത്ത ഏതൊരു മുസ്ലിമും അവൻ്റെ ദുആയിൽ ഈ സ്വലാത്ത് ചൊല്ലിക്കൊള്ളട്ടെ. വിഷയം അതവന് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കുകയും സ്വർഗത്തിലെത്തുന്നത് വരെ സത്യവിശ്വാസിക്ക് നന്മ ചെയ്യാൻ അതിൽ മടുപ്പ് തോന്നാത്ത രൂപത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞതായിട്ട് ഷാറാനി ഇമാം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പവിത്രമേറിയ ഒരു സ്വലാത്താണ്, നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താവുന്നതാണ്. നമുക്കൊക്കെ അറിയാം, മഹാനരായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാചകങ്ങൾ, ഇദൻ യക്ഫീക ഹമ്മദ് ദുനിയ വഹമ്മൽ ആഖിറ, നിൻ്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും സകല പ്രശ്നങ്ങൾക്കും സ്വലാത്ത് മതിയാകുന്നതാണ്. അപ്പോൾ നമ്മൾ ദുനിയാവിൽ എന്ത് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടോ, എന്ത് പ്രതിസന്ധികളുണ്ടോ, ചൊല്ലിക്കോ മുത്തുനബി തങ്ങളുടെ മേലുള്ള സ്വലാത്ത്. തീരാത്ത കടങ്ങളുണ്ടോ, മാറാത്ത രോഗങ്ങളുണ്ടോ, ഹബീബായ തങ്ങളുടെ മേലിലുള്ള സ്വലാത്തതിന് പരിഹാരമാണ്. അള്ളാഹു നമ്മുടെ കടങ്ങളൊക്കെ വീട്ടാനുള്ള ഖൈറിൻ്റെ വാതായനങ്ങൾ നമുക്ക് മുമ്പിൽ തുറന്നു തരട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ദുആ ചെയ്യാം. അപ്പോൾ ഈ മാസം സ്വലാത്തിൻ്റെ മാസവും കൂടെയാണ്. ഷാബാൻ മാസത്തിന് സ്വലാത്തിൻ്റെ മാസം എന്ന് പേരുണ്ട്. ഹബീബായ തങ്ങൾ അവിടുത്തെ മാസം എന്ന് വിശേഷിപ്പിച്ചതല്ലേ. റജബുന് ഷഹറുല്ല, റജബ് അള്ളാഹുവിൻ്റെ മാസം. ഷാബാനു ഷഹരി, ഷാബാൻ എൻ്റെ മാസം. റമളാനു ഷഹ്റു ഉമ്മത്തി, റമളാൻ എൻ്റെ ഉമ്മത്തിൻ്റെ മാസം. ആ ഷാബാനു ഷഹരി എന്ന് പറഞ്ഞ മാസത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. അള്ളാഹു നമുക്ക് നമ്മുടെ എല്ലാ പ്രതിസന്ധികളും തീരാൻ നമ്മളെ ചൊല്ലുന്ന സ്വലാത്തുകളൊക്കെ ഒരു കാരണമാക്കട്ടെ. എപ്പോഴാണ് നമുക്ക് അള്ളാഹു ഈ ഇജാബത്ത് കിട്ടുന്ന സന്ദർഭങ്ങളൊക്കെ വിശദീകരിച്ച സ്ഥലത്ത് ഇങ്ങനെ കുറേ സന്ദർഭങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണിപ്പോൾ അസ്മാഉൽ ഹുസ്ന ഉണ്ടല്ലോ, അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ട് ദുആ ചെയ്യുമ്പോൾ ആ ദുആക്ക് ഇജാബത്ത് ഉണ്ട് എന്ന് സ്വലീഹീങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്യുമ്പോഴും ആ ദുആക്ക് ഇജാബത്ത് ഉണ്ട് എന്ന് മഹത്തുക്കളൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ ദുആ ചെയ്യുമ്പോഴൊക്കെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. സ്വലാത്താണ്, എല്ലാത്തിനും സ്വലാത്താണ്. സ്വലാത്തൊരു പരിഹാരമാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ ആ വിഷയം ശ്രദ്ധിക്കുക. ഒരുപാട് സ്വലാത്തുകളുടെ പദങ്ങളുണ്ട്, എത്രയോ സ്വലാത്തുകളുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ അഹ്സാബിൻ്റെ ആയത്ത് നമുക്കൊക്കെ അറിയാം. എന്താണ് ആയത്തിൽ വരുന്നത്? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഇന്നല്ലാഹ, തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല, വ മലായികതഹു, അവൻ്റെ മലക്കുകൾ, യുസല്ലൂന അലൻ നബി, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലെ സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, നിങ്ങളും സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങളും ഹബീബായ തങ്ങളുടെ മേലെ സ്വലാത്തും സലാമൊക്കെ നിർവഹിക്കൂ എന്നാണ് പറയുന്നത്. ഈ ഒരു ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയോ മഹത്തുക്കൾ കുറേ സ്വലാത്തുകൾ ഉണ്ടാക്കി, സ്വലാത്തിൻ്റെ പദങ്ങൾ ഓരോന്നുണ്ടാക്കി. അതിൽ പെട്ടതാണ് നമ്മളിപ്പോൾ ചൊല്ലുന്ന നാരിയത്തു സ്വലാത്ത്, തിബ്ബുസ് സ്വലാത്ത്, സ്വലാത്തുൽ ഫാത്തിഹ്. നിങ്ങൾക്കറിയാവുന്ന സ്വലാത്തുകളുടെ പേരുകളൊക്കെ ഒന്ന് താഴെ എഴുതി അറിയിക്കുക. വ്യത്യസ്തങ്ങളായ സ്വലാത്തുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. അറിവില്ലാത്തവർക്കത് പകർന്നു കൊടുക്കാനൊക്കെ ഒരു കാരണമാകും. അതുകൊണ്ട് സ്വലാത്ത്, എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ മാസം ഒരു കാരണവശാലും അത് കൈവടിയാതെ നല്ല റാഹത്തോടുകൂടെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. നമുക്കെല്ലാ വിഷയങ്ങൾക്കും അതൊരു പരിഹാരമായിട്ട് മാറുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റബീഉൽ അവ്വലൊക്കെ ആകുമ്പോൾ എല്ലാവരും
കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലും. അതേപോലെ ഷാബാൻ മാസത്തിലും ധാരാളം സ്വലാത്തുകൾ ചൊല്ലേണ്ടതാണ്. അള്ളാഹു നമുക്ക് അതൊക്കെ ചെയ്യാനുള്ള എല്ലാ ഖൈറിൻ്റെ വാതിലുകളും അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.